Hi dears, welcome back to Xylem Learning. വണക്കം മക്കളെ, ഇറ്റ്സ് മീ അമീൻ സർ, ഫൈസൽ സാർ ആണ്. സോ മക്കളെ, ഞങ്ങൾ നിങ്ങളെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അറിയാം സോഷ്യൽ സയൻസ് ആണ്. ഒരുപാട് മക്കൾ മെസ്സേജ് അയക്കുന്നുണ്ട്, സർ എവിടെ എസ് എ ക്വസ്റ്റ്യൻ വരിക, എവിടെ 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരിക. അതെല്ലാം അപ്പുറമായി കണ്ട് അവർ ചോദിക്കുന്ന കാര്യം തരുമോ സാറേ, ഇനി എന്താ പഠിക്കുക? കാരണം 4 ദിവസം സമയമുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയില് 4 ദിവസം സമയമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് അതിലൊരു കുട്ടി മെസ്സേജ് അയച്ച കാര്യം അതിലിതായിരുന്നു. 4 ദിവസം സമയമുണ്ട്, പക്ഷെ കുറെ പഠിക്കാനുണ്ടല്ലോ, പിന്നെ എന്തിനാ 4 ദിവസം തന്നതെന്നുള്ളതാണ്. അതിന് മാത്രം ആക്ച്വലി പഠിക്കാനുണ്ട്. അതുകൊണ്ട് മക്കളെ, ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നമ്മുടെ അമീൻ സാറ് പറഞ്ഞതുപോലെ തന്നെ സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ തമ്മിലേയും കണ്ടതുപോലെ എന്റെ മക്കളെ, നിങ്ങൾ ഈ രീതി പഠിക്കാം. അപ്പൊ പഠിക്കാൻ നിങ്ങൾക്ക് ഒരു ഓർഡർ കിട്ടണം. ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ചാപ്റ്റർ, ഏതാണ് ഏറ്റവും കുറവ് പഠിക്കേണ്ട ചാപ്റ്റർ, അത് ഓരോന്നിനും കൃത്യമായിട്ട് ഓർഡർ ഉണ്ട്. അതോ പ്രയോറിറ്റി കൊടുക്കുന്ന ചാപ്റ്റേഴ്സ് ഏതുണ്ട്. ഈ രീതി പഠിച്ച എന്റെ മക്കളെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെ അറിയണം ഏതാണ് ഇമ്പോർട്ടന്റ്, എവിടുന്നാണ് എസ് എ വരിക. അത് കൃത്യമായിട്ട് ഓരോ ചാപ്റ്റേഴ്സുകളും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ചില ചാപ്റ്റേഴ്സ് നമ്മൾ 4 മാർക്കിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അവിടുന്ന് 1 വേർഡുകൾക്ക് നമ്മൾ അത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. ചിലത് നമ്മൾ എസ്സേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ്, ചിലത് മാപ്പിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട ഭാഗമാണ്. അത് ഏതൊക്കെയെന്ന് കൃത്യമായിട്ട് നമ്മൾ എന്ത് പറയാൻ പോകുകയാണ്. നമ്മുടെ മോഡൽ എക്സാമിനേഷൻ ഒക്കെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ അടിസ്ഥാനമാക്കിയിട്ടും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, വെയിറ്റേജ് ആക്ച്വലി ഗവൺമെന്റ് എന്ത് ചെയ്തു, വെയിറ്റേജ് പബ്ലിഷ് ചെയ്തായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുമാണ് ഈ ഒരു PDF ആക്ച്വലി നമ്മൾ എന്ത് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മക്കളെ മനസ്സിലാക്കി വെക്കാം. ആദ്യം തന്നെ നമ്മൾ സോഷ്യൽ എടുക്കുന്ന സമയത്ത് 3 ചാപ്റ്റർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കുന്നത്. അത് 6 മാർക്ക് വരുന്ന 3 ചാപ്റ്ററുകൾ ഉണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞ ചാപ്റ്റർ, 6 മാർക്ക്. അടുത്തത് വരുന്നത് ദ മാസ് മൂവ്മെന്റ് ഓഫ് ഫ്രീഡം ആൻഡ് ദ ഡെമോക്രസി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്. ആ 3 ചാപ്റ്റർ ആണ് എന്റെ മക്കളെ കിടിലമാക്കിയിട്ട് പഠിക്കുന്നത്. കാരണം അവിടുന്നാണ് ഏറ്റവും കൂടുതൽ എസ് എ ചോദ്യങ്ങൾ. കണ്ടല്ലോ, 5 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമാനിസത്തിന്റെ ഭാഗത്തു നിന്നാണ് 5 മാർക്കിന്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാനുള്ളത്. അതുപോലെ തന്നെ മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഒരു എസ് എ ക്വസ്റ്റ്യൻ വരാനുള്ളത്. ഞാനൊരു കാര്യം, ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ എന്ത് നോക്കണം, എസ് എക്കുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു. ഞാനൊരു കാര്യം ഇപ്പേ പറഞ്ഞാലോ, ഇവർക്ക് ഒരു കാര്യം കൊടുത്താലോ. കാരണം നമ്മള് മോഡൽ എക്സാമിന് നിങ്ങൾക്ക് അറിയാലോ, സോ അതേപോലെ ഞാൻ ഇപ്പോൾ പ്രഡിക്ട് ചെയ്ത് തരാം മക്കളെ. ഇവിടെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് എനിക്ക് തോന്നുന്നു കിറ്റിന്റെ സത്യാഗ്രഹം. ഈ പ്രാവശ്യം എന്റെ മക്കൾക്ക് ഉറപ്പിച്ചോ, നോൺ കോപ്പറേഷൻ ആയിരിക്കും. അതിന്റെ മക്കൾക്ക് മാറ്റി വെച്ച സാധനമാണ് നോൺ കോപ്പറേഷൻ. അവിടെ വരും. അതിന് ഒന്നാമത്തെ പോരാ എടുക്കണോ? ഒന്നാമത്തെ നമ്മള് ലൈവിൽ പറയാം. ഏതെങ്കിലും ഒന്ന് ലൈവിലേക്ക് വേണമല്ലോ. ഒന്ന് ലൈവിലേക്കും ഒന്ന് നമ്മൾ ചെയ്തു. ഇവിടെയും പറഞ്ഞിരുന്നു ഇന്ന് നേർക്ക് ലൈവ് ഉണ്ട് മക്കളെ, നേരിന്റെ ലൈവ് ഉണ്ട്. നാളെ പെരുന്നാളാണെങ്കിൽ ഈദ് മുബാറക്ക്, അല്ലെങ്കിൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ആണ്. 12 മണിക്കൂറിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവ് ആണ്. നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിനും സെറ്റ് ആക്കിയിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിലെയും ഡീറ്റെയിലുകളിലേക്ക് പോകാം. 1 മാർക്കിന് വരാൻ പോകുന്നത് മക്കളെ ഹ്യൂമനിസത്തിൽ നിന്നും മാസ് മൂവ്മെന്റ് ഫ്രീഡം, ദ ഗ്ലിംപസ് ഓഫ് ഫ്രീ ഇന്ത്യ ആൻഡ് ഡെമോക്രസി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, ഹൗ നോ ഇത് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. അഥവാ ഒന്നാമത്തെ ചാപ്റ്റർ 6, 7, 8, 9 ഈ ചാപ്റ്റർ 8 വരെ ചാപ്റ്റർ 1 മാർക്കിന് നമുക്ക് ചോദ്യം വരിക. അവിടെ MCQ മക്കൾ ഫോക്കസ് ചെയ്തേക്കണം. MCQ ആയിരിക്കും 4 ഓപ്ഷനുകൾ തന്നിട്ടുള്ള രീതിയിലായിരിക്കും ചോദ്യം. അപ്പൊ ഈ MCQ ആവുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരൊറ്റ സിംഗിൾ വേർഡുകളുടെ ഉത്തരങ്ങൾ മാത്രം പഠിച്ചു പോകും. അങ്ങനെയല്ല പുതിയ MCQ തരാൻ മാച്ച് ദ ഫോളോയിങ് ഒക്കെ MCQയിലാണ് ആഡ് ചെയ്തിട്ട് വരിക. അപ്പൊ 4 മാർക്കിന്റെ രീതിയിലുള്ള മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ നേടണം. അവിടെ ഫോക്കസ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചേക്കണേ. പിന്നെയാണ് 2 മാർക്കിന് എന്റെ മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ 3ാമത്തെ ചാപ്റ്ററിന് 2 മാർക്കിന്റെ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. 3ാമത്തെ ചാപ്റ്റർ അഥവാ നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് അഥവാ ടഫ് ആണ് തോന്നുകയാണ്, കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യൂല പറയില്ല, സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ പറ്റുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ. നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും PDF ഉണ്ടെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കുറെ കിട്ടും. ആ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, എന്റെ മക്കളെ പഠിച്ചിട്ട് പോവാ. പിന്നെയാണ് വെൽത്ത് ആൻഡ് വേൾഡ് എന്ന ചാപ്റ്റർ. അതിന് 2 മാർക്കിന്റെ ചോദ്യം ഉണ്ട്, 3 മാർക്കിന്റെ ചോദ്യം ഉണ്ട്. 5 മാർക്ക് മിസ്സാക്കരുത്, നിർബന്ധമായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അടുത്തതാണ് ഡെമോക്രസി. അത് 4 മാർക്കിന് ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. അപ്പൊ എന്റെ മക്കൾ സിമ്പിളാ, ആ ചാപ്റ്റർ പഠിക്കാൻ വളരെ സിമ്പിളാ. കാരണം അതിൽ പ്രധാനപ്പെട്ട 3 പോയിന്റ്സേ ഉള്ളൂ. ആ 3 പോയിന്റ് എന്റെ മക്കൾ പഠിച്ചാൽ മതി. അത് 4 മാർക്ക് എന്റെ മക്കൾക്ക് എക്സാം ചോദിക്കാം. ദ മാസ് മൂവ്മെന്റ് ഓഫ് ഫ്രീഡം, അതാണ് എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കേണ്ടത്. 1 മാർക്കിന്റെ, 2 മാർക്കിന്റെ, 3 മാർക്കിന്റെ എസ് എ ഉണ്ട്. അപ്പൊ ആ ചാപ്റ്റർ എന്താണ്, ആദ്യം മുതൽ അവസാനം വരെ ഒരു കാര്യം കൂടി സ്കിപ്പ് ചെയ്യാതെ പഠിച്ചേക്കണം കേട്ടോ. നമുക്ക് 6 മാർക്കിന് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. അല്ല 5, 8 മാർക്ക് സർ നമ്മളെന്താണ് ഇതോടെ വിട്ടത് മാറിപ്പോയത്. 8 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തെങ്കിലും അവിടുന്ന് വരുന്നതാണ്. അതേപോലെ 8 മാർക്കിന്റെ ചോദ്യം അവിടുന്ന് വരും. ഏറ്റവും ഇമ്പോർട്ടന്റ്.
പിന്നെയാണ് ഡെമോക്രസി ആണ് ഇന്ത്യൻ എക്സ്പീരിയൻസ് പറഞ്ഞ ചാപ്റ്റർ. പിന്നെ ഇവിടെ ഒരു ചെറിയ മാറ്റം എന്താ വെച്ചാൽ 8 മാർക്കിന് മുകളിലായിട്ട് ഫീൽ ചെയ്യും. അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ 80 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല ശരിക്കും വരുന്നത്, 108 മാർക്കിന്റെ ക്വസ്റ്റ്ൻ പേപ്പർ ആണ് വരുന്നത്. കാരണം ഓപ്ഷണൽ ക്വസ്റ്റൻസ് കൂടെ വരുന്ന സമയത്ത് നമുക്ക് 108 മാർക്കിന്റെ ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കുറച്ച് എക്സ്ട്രാ ആയിട്ട് മാറി വരുന്നത്. യെസ്, പിന്നെയാണ് ഏഴാമത്തെ ചാപ്റ്റർ. അതിന് 1 മാർക്കിന്റെ ചോദ്യം 3 മാർക്കിന്റെ ചോദ്യം എന്റെ മക്കൾക്ക് ഉണ്ടാവും മനസ്സിലാക്കി വെക്കുക. പിന്നെയാണ് ഡെമോഗ്രഫി ഓഫ് ഇന്ത്യൻ എക്സ്പീരിയൻസ്, അതിന്ന് 1 മാർക്ക് 2 മാർക്ക് 3 മാർക്ക് എന്ത് ചെയ്യണം അതൊന്നും ഉണ്ടാവും മക്കൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു 3 മാർക്കിന് ഒരൊറ്റ ചോദ്യം മാത്രമായിരിക്കും. ഞാൻ പറയും ഈ ചാപ്റ്ററും അത് 3ാമത്തെയും 9ാമത്തെ ചാപ്റ്റർ എന്റെ മക്കളും ജസ്റ്റ് ഒന്നും ചെയ്യാ, അതിൽ 9-ന് ഒന്നും കൂടെ വെയിറ്റ് ചെയ്ത് കൊടുക്കും. കാരണം 3 മാർക്ക് നമുക്ക് വരുന്നതാണ്, 3 മാർക്ക് കളയാന്ന് പറഞ്ഞ കാര്യം ഇമ്പോർട്ടന്റ് ആണ്. ഈ 5 മാർക്ക് പോകാറിനാല് A+ നഷ്ടമായി എന്നാണ്. കാരണം 5 മാർക്ക് 5 മാർക്കാണ്. 80-ലേക്ക് വരുന്ന സമയത്ത് ആ ജോഗ്രഫിയും കൂടെ വരുന്ന സമയത്തൊക്കെയാണ് 10 മാർക്ക് അങ്ങോട്ട് പോയി 5 പഠിക്കാതിരിക്കരുത്. നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, അടിപൊളിയാക്കണം. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോട്ടെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ട എഴുതി എടുക്കൊന്നും വേണ്ട, അതിനുള്ള സമയമൊന്നുമില്ല. ഒരു ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോ. ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് ചെയ്യാൻ മക്കൾ മനസ്സിലാക്കി വെക്കുക. എന്നാൽ ഇനി നമ്മുടെ ജോഗ്രഫിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജോഗ്രഫി 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ആക്ച്വലി ഉണ്ടായിരിക്കുക. 40-ൽ മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് എസ് എ ക്വസ്റ്റ്യനുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അതുപോലെ തന്നെയാണ് എസ് എ ക്വസ്റ്റ്യൻ വരുന്നത്. ഇവിടെ നമ്മുടെ വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞ 1ാമത്തെ ചാപ്റ്ററിലോ അവിടുന്ന് എസ് എ ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ദ ചേഞ്ചിങ് എർത്ത് എന്ന് പറയുന്ന ഭാഗത്തൊന്നും എസ് എ ക്വസ്റ്റ്യൻ കൺഫേം ആയിട്ട് വരുന്നതാണ്. നന്നായിട്ട് നിർബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇവിടെ എസ് എ ക്വസ്റ്റ്യൻ പറഞ്ഞോ, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം, ഏതെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലെ, മറ്റേ ലേൺ വിത്ത് മാസ്റ്റേഴ്സിന്. അപ്പൊ മക്കളെ നമ്മളെന്താണ് ഇവിടുത്തെ എസ് എ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് വന്ന് മോഡൽ എക്സാമിന് വന്ന് നമ്മുടെ ഫാക്ടേഴ്സ് എഫക്ട് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ അഥവാ താപ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരുന്നു. ഇവിടെ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം വരാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റെയിൻഫാൾ വരാൻ ചെറിയൊരു സാധ്യത എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ ഒരു സാധനം കൂടെ മക്കൾ ഫോക്കസ് ചെയ്തേക്കാം, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലകൾ. അതിനാണ് ഏറ്റവും കൂടുതൽ ഞാൻ വെയിറ്റേജ് കൊടുക്കുന്നത്. കാരണം അത് എല്ലാ കൊല്ലവും വരുന്നതാണ്. പക്ഷേ ഈ കൊല്ലം ഒരൊറ്റ പ്രാവശ്യം പോലും അത് ചോദിച്ചിട്ടില്ല. ഒരു 4 മാർക്ക്, ഐ മീൻ ഇത് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഉള്ള പാകാം, അത് അവിടെയൊക്കെ നമുക്ക് എസ് എയിൽ വരുന്ന സാധനമാണ്. പക്ഷേ ഈ പ്രാവശ്യം എസ് എയിൽ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടേക്ക് മക്കൾ ഫോക്കസ് ചെയ്തേക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സംസാരിക്കാം. എന്നാൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്താണ് മക്കളെ, 4 മാർക്കിന്റെ മാപ്പ്. നിങ്ങൾ ആലോചിക്കുക, മാപ്പ് മുഴുവനും വരുന്ന 2ാമത്തെ ചാപ്റ്റർ. മാപ്പ് മുഴുവനും വരുന്ന 2ാമത്തെ ചാപ്റ്റർ. 2 വൃത്തി പഠിക്കുക, 2 വൃത്തി പഠിച്ചു കഴിഞ്ഞാൽ മാപ്പ് വെറുതെ കെട്ടി വെക്കേണ്ടി വരും. അതിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ചെയ്യാൻ പറ്റില്ല. വൻകരകൾ മനസ്സിലാക്കി പഠിക്കണം. വീഡിയോ സെർച്ച് ചെയ്ത് നമ്മളെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കളെ മാപ്പിനെ കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, കോണ്ടിനെന്റ് നോക്കിയിട്ട് വൻകര നോക്കിയിട്ട് തന്നെ പഠിക്കണം. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇന്ന സാധനം എവിടെയാന്ന് ചോദിക്കൂല. നമ്മൾ ഇന്ന കോണ്ടിനെന്റിലുള്ള ഇന്ന വൻകരയുള്ള സാധനം മാർക്ക് ചെയ്യുന്നതായിരിക്കും പറയാം. അപ്പൊ വൻകര അറിയാത്ത കുട്ടി അട്ടത് നോക്കിയിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അതുപോലെ 1 മാർക്കിന് ഒരു ചോദ്യം, 2 മാർക്കിന് ഒരു ചോദ്യം വരുന്നുണ്ട്. നിങ്ങൾ നോക്കി ഇവിടെ എത്ര മാർക്ക് നോക്കിയേ, 7 മാർക്കിന് എത്തിയാണ്. അവിടുന്ന് മാത്രം നമുക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ലാൻഡ് ഓഫ് പെർമഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 2 മാർക്കിന്റെ ഒരൊറ്റ ചോദ്യം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ സ്കിപ്പ് ചെയ്യേണ്ടതാണ് പറയുക. കാരണം എന്താ അറിയോ, ആകെ 2 സാധനം പഠിക്കാനുള്ളൂ. ആകെ 2 സാധനം പഠിക്കാനുള്ളൂ. ലേൺ വിത്ത് മാസ്റ്റേഴ്സ് വന്നാൽ എന്താണ്, ആകെ ഒരൊറ്റ പേജ് ആക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ തരാം. ഒരൊറ്റ ഒരു ടേബിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഈ 2 മാർക്ക് ഞാൻ അവിടെ സെറ്റ് ആക്കിയിട്ട് തരാം. അപ്പൊ സിമ്പിൾ ആണ്. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 4 മാർക്കിന്റെ ഒരു ചോദ്യം. അത് കൺസ്യൂമർ എക്സ്പ്ലോയിറ്റേഷന്റെ ഒക്കെ ഭാഗം, ചോദ്യം പറയാൻ പാടില്ല അല്ലെ. ഓക്കെ, 4 മാർക്കിന്റെ ചോദ്യമാണ് വരാനുള്ളത്. മണി ആൻഡ് എക്കോണമിയുടെ ഭാഗത്ത് നിന്ന് 3 മാർക്കിന്റെ 2 ചോദ്യം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന 1 മാർക്ക്, ഒരു 4 മാർക്കിന്റെ ഒരു ചോദ്യം. മേ ബി ചിലപ്പോൾ ചെറിയ മാറ്റം വന്നിട്ട് ചാൻസസ് ഉള്ള ഒരു സാധനമാണ്. അത് ചിലപ്പോൾ ഗ്രാഫൊക്കെ നമ്മളെ ഡിമാൻഡ് സപ്ലൈ ചെയ്യണല്ലോ, അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്തോട്ടോ. അതുപോലെ തന്നെ ചേഞ്ചിങ് എർത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു 2 മാർക്കിന്റെ ഒരു ചോദ്യം, 4 മാർക്കിന്റെ ഒരു ചോദ്യം, ഒരു എസ് എ ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളത് ചേഞ്ചിങ് ഓഫ് എർത്ത്. ഒന്ന് ഇവിടുന്നാണ് നമുക്ക് എന്താണ് ചേഞ്ചിങ് ഓഫ് എർത്ത് എന്ന് വരാണ്ട്. ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് 1 മാർക്കിന്റെ ഒരു ചോദ്യം, 4 മാർക്കിന്റെ ഒരു ചോദ്യവുമാണ് വരാൻ സാധ്യതയുള്ളത്. ലാസ്റ്റത്തെ ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ടഫായി ഏറ്റവും കൂടുതൽ കുട്ടികൾ ടഫ് പറയുന്ന ചാപ്റ്ററോ. നമ്മൾ ഔട്ട്സോഴ്സ് പുറത്ത് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മക്കൾ ടഫ് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ അല്ലേ. അതുപോലെ ഏറ്റവും അവസാനത്തെ ടുവേർഡ് സസ്റ്റൈനബിലിറ്റി, 1 മാർക്കിന്റെ ഒരു ചോദ്യം, 3 മാർക്കിന്റെ ഒരു ചോദ്യവുമാണ് ആക്ച്വലി നമുക്ക് ചെയ്യാനുള്ളത് വരാനുള്ളത്. ടോട്ടൽ മാർക്ക് അത് ഓരോന്നും എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. സോ സ്ക്രീൻഷോട്ട് ഇതൊക്കെ വായിച്ചാണ് 2 ഒരുമിച്ച് വായിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങളായിരുന്നു വായിച്ചോക്കി മക്കളെ ഇങ്ങനെ കുട്ടികളെ കാണിച്ചാൽ നിൽക്കരുത്. ഇന്നത്തെ ഏരിയയുടെ ലൈവ് മിസ്സാക്കണ്ട. നാളത്തെ ലേൺ വിത്ത് മാസ്റ്റേഴ്സ് ഒരിക്കലും മിസ്സാക്കണ്ട. ഞാനൊരു കാര്യം മക്കൾ പറയാം,
ഇപ്പൊ പഠിച്ചാൽ കിട്ടാമെന്നേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാം, കുറെ എവിടെക്കൊക്കെ എന്നുള്ളത് അതൊന്ന് ക്രോഡീകരിച്ച് അതിൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞങ്ങൾ പറഞ്ഞ സമയത്ത് കേട്ടുകാലുമില്ലേ ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. നിങ്ങൾ കൂടെ തന്നെ നിന്നാ മതി. നാളെ ഇന്ന് ഏർക്ക് മാത്രല്ല, നാളെ പെരുന്നാളില്ലെങ്കിൽ നാളെ 9 to 9 നമ്മൾ ലേൺ വിത്ത് മാസ്റ്റേഴ്സ്. അതിലിപ്പോ പെരുന്നാളാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് നേരിട്ട് വരാനുണ്ട്. അതെന്താണ് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ആക്കും. സോ അടിപൊളിയായിട്ട് പഠിക്കും മക്കളെ. ഓൾ ദ ബെസ്റ്റ്.